നയം തിരുത്തിയില്ലെങ്കിൽ പ്രക്ഷോഭം എന്നാ പറയുന്നത്. ആരാണെന്നറിയോ? നമ്മളെ ടി പി രാമകൃഷ്ണൻ. ടി പി രാമകൃഷ്ണൻ ആരാണപ്പ? ആരാ ടി പി രാമകൃഷ്ണൻ? നമ്മുടെ ഫാത്തിമ തഹലിയ അല്ലെ? ഫാത്തിമ തഹലിയ എന്ന് പറയുന്ന പെൺകുട്ടിയോട് അതിദയനീയമായി പരാജയപ്പെട്ടു പോയ കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായ തഹലിയ ഫാത്തിമയോട് തോറ്റ് തുന്നം പാടിയ ടി പി രാമകൃഷ്ണൻ അതിദയനീയമായി പറയുകയാണ്, നയം തിരുത്തിയില്ലെങ്കിൽ പ്രക്ഷോഭം. ആരോടാ? വി ഡി സതീശനോടാ പറയുന്നത്. വി ഡി സതീശ, നയം തിരുത്തിയില്ലെങ്കിൽ ഞങ്ങൾ പ്രക്ഷോഭം നടത്തും. ഇവരുടെ ഒരു സ്ഥിതി ആലോചിച്ച് നോക്കണേ. ഇവര് പിണറായി വിജയനും ടീമും തോറ്റ് തുന്നം പാടിയതിന് കാരണം ഇവരുടെ തെറ്റുകളാണ്, ഇവരുടെ ഭാഗത്തു നിന്ന് തെറ്റുകളാണ്, തോന്നിയാസങ്ങളാണ്, തെമ്മാടിത്തങ്ങളാണ് എന്ന് ഇവരുടെ ബ്രാഞ്ച് തലം മുതൽ മേലോട്ടുള്ള 14 ജില്ലാ കമ്മിറ്റികളും പി ബി വരെ 7 അംഗങ്ങൾ ഇവരൊക്കെ പറഞ്ഞു. പിണറായിയുടെ ഭാഗത്തു നിന്ന് വന്ന തെറ്റുകൾ, ഗോവിന്ദന്റെ സെക്രട്ടറിമാരുടെ, ഇവരുടെ ഒക്കെ തോന്നിയാസങ്ങൾ, ഇതുകൊണ്ടൊക്കെയാണ് പാർട്ടി തോറ്റത്. ഇത് തിരുത്താൻ ഇവർക്ക് വരെ പറ്റിയില്ല. ഇവരാണ് ഇപ്പൊ 3 മാസം ഇന്ന് 3 മാസം ആകുന്നേ ഉള്ളൂ. ഈ 3 മാസം ആകുന്ന സതീശന്റെ നയം തിരുത്തിയില്ലെങ്കിൽ പ്രക്ഷോഭം. 10 കൊല്ലം ഭരിച്ച് തോന്നിയാസം ചെയ്തിട്ട് തോറ്റുപോയ ആൾക്കാര്, ഇവരുടെ അണികളും ഇവരുടെ പ്രാദേശിക നേതാക്കളും പറയാണ് തോറ്റതിനുള്ള കാരണം നിങ്ങൾ നേതാക്കന്മാരാണ്, അതുകൊണ്ട് നിങ്ങൾ തിരുത്തണം. 3 മാസമായിട്ടും ഇവര് തിരുത്താനുള്ള ഒരു പരിപാടി ചെയ്തിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. 3 മാസമായിട്ടും ഇവരുടെ തെറ്റുകൾ തിരുത്താൻ ഇവരൊരു പരിപാടിയും ഇവര് ഇതുവരെ ചെയ്തിട്ടില്ല. ഇനിയിപ്പോ വിശാല സമ്മേളനം അടുത്ത മാസം നടക്കാൻ പോവുകയാണ്. അതിലിപ്പോ തെറ്റ് തിരുത്തുന്നു നമുക്ക് തോന്നുന്നില്ല. പക്ഷെ ഇവർക്ക് സതീശൻ 3 മാസം കൊണ്ട് ഇവിടെ ആകെ കുട്ടിച്ചോറാക്കി വെച്ചിട്ടാണ് അത് തിരുത്തണം എന്നാ പറയുന്നത്. നല്ല തമാശയല്ലേ? ഇത് ജനദ്രോഹ സർക്കാർ. സി പി എമ്മുകാർ പോലും പറയില്ല വി ഡി സതീശന്റെ 3 മാസത്തെ ഭരണം വിലയിരുത്തിയിട്ട് ഇത് ജനദ്രോഹ സർക്കാരാണ്. KSRTC ബസ്സിൽ സൗജന്യ യാത്ര എന്ന് പറയുന്ന ഒരു പദ്ധതി അല്ലെ, സമാനതകളില്ലാത്ത പദ്ധതി. ആയിരക്കണക്കിന് സ്ത്രീകൾ KSRTC ബസ്സിൽ സൗജന്യ യാത്ര ചെയ്തുകൊണ്ട് അവരുടെ ഓരോ മാസവും ഒരു 2000-3000 രൂപ എന്നെങ്കിലും അവര് സമ്പാദിക്കുകയാണ്. കേരളത്തിൽ ഇന്നോളം സംഭവിക്കാത്ത ഏറ്റവും എന്താ പറയാ ത്രില്ലടിപ്പിക്കുന്ന ഒരു പദ്ധതിക്കാണ് വി ഡി സതീശൻ സർക്കാർ തുടക്കമിട്ടത് അല്ലെ? ഇത് ജനദ്രോഹ സർക്കാരാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു പദ്ധതി തുടങ്ങിയ സർക്കാർ ഇവരെന്ത് ജനദ്രോഹ ചെയ്ത് എനിക്ക് മനസ്സിലാകുന്നില്ല. പാലിയത്തുകാവിൽ 7 ദളിത് കുടുംബങ്ങൾക്ക് 10 വർഷമായി കിട്ടാത്ത നീതി 4 ആഴ്ച കൊണ്ട്, ഒരു മാസം കൊണ്ട് വി ഡി സതീശൻ സർക്കാർ അവർക്ക് വീട് ഉറപ്പാക്കി കൊടുത്തു. റോജി എം ജോണിന്റെ നേതൃത്വത്തിൽ ആശാവർക്കർമാർ 255 ദിവസം സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഒരു 10 പൈസ എങ്കിലും കൂട്ടിത്തരുമെന്ന് ചോദിച്ചിട്ട് അവർ സമരം ചെയ്തു. തിരിഞ്ഞു നോക്കിയില്ല, കാർക്കിച്ച് തുപ്പി. അവര് രോഗം വരുത്തുന്ന കീടാണുക്കളാണെന്ന് പറഞ്ഞു, ഈർക്കിൽ പാർട്ടികളാണെന്ന് പറഞ്ഞു, പാട്ടകുലിക്കുകളാണെന്ന് പറഞ്ഞു, സുരേഷ് ഗോപിയുടെ ഉമ്മ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നവരാണെന്ന് പറഞ്ഞു. അവരെ പരിഹസിച്ചു, ആക്ഷേപിച്ചു അല്ലെ? വി ഡി സതീശൻ സർക്കാർ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ 3000 രൂപ കൂട്ടിക്കൊടുത്തു. അങ്കണവാടി ടീച്ചർമാർക്ക്, പാചക തൊഴിലാളികൾക്ക്, അസംഘടിത മേഖലയിലെ എല്ലാവർക്കും ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അവരുടെ വേതന വർധനവ് നടത്തി. നീതി നിഷേധങ്ങൾക്കെതിരെ, അതായത് കാഫിർ സ്ക്രീൻഷോട്ട്, പിന്നെന്താണ് നമ്മുടെ ഗൺമാൻ യൂത്ത് കോൺഗ്രസുകാരുടെ തലമണ്ടടിച്ചു പൊട്ടിച്ച സംഭവം, ഇങ്ങനെയുള്ള സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പുനരന്വേഷണം. പി ദിവ്യ ആക്ഷേപിച്ച് മരണത്തിലേക്ക് നയിച്ച നവീൻ ബാബുവിന്റെ മകൾക്ക് ജോലി. എണ്ണി പറയുകയാണെങ്കിൽ കഴിഞ്ഞ 3 മാസം കൊണ്ട് വി ഡി സതീശൻ സർക്കാർ ചെയ്ത അത്രയും കാര്യങ്ങൾ, 3 മാസം കൊണ്ട് ചെയ്ത കാര്യങ്ങൾ 3 കൊല്ലമായിട്ടും കഴിഞ്ഞ മന്ത്രിസഭയിൽ കഴിഞ്ഞ സർക്കാർ പിണറായി വിജയൻ സർക്കാർ ചെയ്തിരുന്നില്ല എന്ന് നമുക്കൊക്കെ അറിയാം. എന്നിട്ടാണ് ഉളുപ്പും മാനില്ലാതെ വരുന്നു പറയുന്നത് ഇത് ജനദ്രോഹ സർക്കാർ. എന്തുകൊണ്ടാ പറയുന്നത് അറിയോ? അത് നോക്കാം എന്താന്ന്. UDF സർക്കാർ ജനദ്രോഹപരമായ സമീപനമാണ് 3 മാസമായി തുടരുന്നത് എന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. വിമർശിച്ചാൽ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയുമാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും. ആക്ഷേപിക്കൂലേ, പരിഹസിക്കൂലേ? അതായത്
10 വർഷം തെമ്മാടിത്തം ചെയ്തിട്ട് അവസാനം ജനങ്ങൾ പിടിച്ചു പുറത്താക്കിയതാണ്. 35 സീറ്റ് എന്ന് പറയുന്ന ഏറ്റവും അപമാനകരമായ തോൽവി. ഈ പറയുന്ന ആൾക്കാര് വി ഡി സതീശനെ തിരുത്താൻ ചെന്നാൽ പരിഹസിക്കൂലേ? പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വിമർശിച്ചാൽ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയുമാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും. ജനദ്രോഹ സമീപനങ്ങൾ തിരുത്തിയില്ലെങ്കിൽ LDF ശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്നും മുന്നണി യോഗത്തിന് ശേഷം അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇത് ദേശാഭിമാനി പറയാത്തൊരു കാര്യം മറ്റെല്ലാ പത്രങ്ങളിലും ഉണ്ട്. അതായത് പെട്ടെന്ന് ഞങ്ങൾ ഒരു പ്രക്ഷോഭത്തിന് ഇല്ല എന്നാണ് ഇടതുമുന്നണി തീരുമാനിച്ചത്. പെട്ടെന്നൊരു പ്രക്ഷോഭത്തിനില്ല. എന്തുകൊണ്ട് പ്രക്ഷോഭത്തിനില്ല? പെട്ടെന്ന് പ്രക്ഷോഭം നടത്തിയാൽ ജനങ്ങൾ കൈകാര്യം ചെയ്യും വരെ. പെട്ടെന്നൊരു പ്രക്ഷോഭം നടത്തുകയാണെങ്കിൽ LDF ഈ മുന്നണി, ഇടതുപക്ഷ മുന്നണി പെട്ടെന്ന് ഒരു വി ഡി സതീശൻ സർക്കാരിനെതിരെ ഒരു പ്രക്ഷോഭത്തിന് ഇറങ്ങിയാൽ ജനങ്ങൾ ഇവരെ കല്ലെടുത്തെറിഞ്ഞോടിക്കും. സംശയം നിങ്ങൾക്ക്? 10 കൊല്ലം തോന്നിയാസം ചെയ്ത ആൾക്കാര് വി ഡി സതീശൻ വന്നിട്ട് ഇതൊക്കെ നേരെയാക്കി തുടങ്ങുമ്പോഴത്തേക്ക് വി ഡി സതീശൻ സർക്കാരിനെതിരെ സമരത്തിന് ഇറങ്ങിയാൽ ഇവിടുത്തെ ജനങ്ങൾ ഇവിടെ സ്ത്രീകൾ ചൂലെടുത്ത് വരും, ഓടേണ്ടി വരും, സഖാക്കന്മാർ ഓടേണ്ടി വരും. ഈ പ്രദേശത്ത് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇടതുമുന്നണി യോഗത്തിൽ തീരുമാനം എടുത്തത്. ഇപ്പം വേണ്ട, നമുക്ക് പ്രക്ഷോഭമൊക്കെ നടത്താം, കുറച്ചുകൂടി കഴിഞ്ഞോട്ടെ എന്നാണ് തീരുമാനിച്ചത്. പക്ഷെ പിണറായി പറഞ്ഞു പെട്ടെന്ന് വേണം. കാരണം പിണറായിക്ക് ചെറിയൊരു പേടിയുണ്ട്. ഈ വിശാല സമ്മേളനം വന്നാൽ ഒരുപക്ഷെ ഇയാളെ ചെവിക്ക് പിടിച്ച് പുറത്താക്കുമെന്നുള്ള ഒരു പേടിയുണ്ട്. മൂപ്പര് പറഞ്ഞു പെട്ടെന്ന് വേണം. പക്ഷേ TP രാമകൃഷ്ണൻ പറഞ്ഞു അങ്ങനെ പെട്ടെന്നൊന്നും നടക്കൂല, നമുക്ക് തൽക്കാലം കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്നാ പറഞ്ഞത്. വേറൊരു കാര്യം കൂടി ഉണ്ട്. പിണറായി വിജയനെ ഇപ്പം കടലാസിന്റെ വില പോലും ഈ പറയുന്ന പാർട്ടിക്കാർക്കില്ല. വിലയൊക്കെ പോയി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ പറയുന്നൊന്നും അതൊന്നും ഒരു വിലയും എടുക്കാതെ, അതാണ് പിണറായി വിജയൻ ഈ മീറ്റിംഗിൽ, അതായത് LDF മീറ്റിംഗിൽ പിണറായി വിജയൻ പറഞ്ഞു നമ്മൾ എത്രയും പെട്ടെന്ന് ഈ പ്രക്ഷോഭം തുടങ്ങണം എന്ന് പറഞ്ഞപ്പോൾ TP രാമകൃഷ്ണൻ പറഞ്ഞത് വേണ്ട, എത്രയും പെട്ടെന്ന് വേണ്ട, തുടങ്ങിക്കഴിഞ്ഞാൽ അപകടമാണ് എന്ന് ഇവനറിയാം. എന്ന് പറഞ്ഞാൽ TP രാമകൃഷ്ണൻ അറിയാം, പലർക്കും അറിയാം. അതുകൊണ്ടാണ് TP രാമകൃഷ്ണന്റെ അഭിപ്രായത്തിന് എല്ലാവരും യെസ് മൂളിയത്. പിണറായിയോട് പറഞ്ഞു വേണ്ട, നിങ്ങളെ തോന്നിയാസം ഇനി നടക്കില്ല എന്ന് ഇടതുപക്ഷ യോഗത്തിൽ പോലും പറഞ്ഞു. പക്ഷെ അത് ദേശാഭിമാനി അത് പറയില്ല. ഇനി തിരഞ്ഞെടുപ്പിന് മുമ്പ് BJPയുമായി ഉണ്ടാക്കിയ അവിശുദ്ധ ബന്ധം തുടരുന്നതിന്റെ ഭാഗമാണ് സർക്കാർ സ്വീകരിച്ച നടപടികളിലേറെയും. ഇനിയിപ്പം BJP സതീശൻ ബന്ധത്തെ കുറിച്ചാണ് പറയുന്നത്. ദാരിദ്ര്യ ലഘൂകരണം ലക്ഷ്യമിട്ട് ആരംഭിച്ച തൊഴിലുറപ്പ് പദ്ധതി തകർത്തപ്പോഴും സർക്കാരിന് നിലപാടില്ല. സർക്കാർ നടപടി ജനജീവിതം പിന്നോട്ടടിപ്പിച്ചു. ഇപ്പൊ ജനങ്ങളുടെ ജീവിതമൊക്കെ പിന്നോട്ടാണത്രേ. എന്തടിസ്ഥാനത്തിലാണ് പറയുന്നതെന്ന്. പിന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മുതലുള്ള വന്ദേമാതരം ആലപിക്കൽ. ഇതാ കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ വന്ദേമാതരം പാടില്ല, അത് പറയുന്നില്ല. സത്യപ്രതിജ്ഞാ ചടങ്ങ് മുതലുള്ള വന്ദേമാതരം ആലപിക്കൽ BJP വിധേയത്വത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഈ ഇക്കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ വന്ദേമാതരം പാടിയില്ല, അത് ഇവര് പറയാതെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പാടി. വലിയ അപരാധമായി പോയി. ഗവർണർ പങ്കെടുത്ത ചടങ്ങിൽ വന്ദേമാതരം നിർബന്ധമാണ്, അതുകൊണ്ട് പാടി. ഇപ്പം ഈ സ്വാതന്ത്ര്യ ദിനത്തില് വി ഡി സതീശൻ സർക്കാരിന് തോന്നി പാടണ്ടെന്ന് തോന്നി, പാടുകയാണെങ്കിൽ മുഴുവൻ പാടണം, പാടണ്ട തോന്നി പാടിയില്ല, അത്രയേ ഉള്ളൂ. ഇനി വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ നിയമിക്കുന്ന കേന്ദ്ര നിയമ ഭേദഗതിക്ക് പിന്തുണ. ഇത് കോടതി അംഗീകരിച്ചതാണ്, പിന്നെ പിന്തുണയ്ക്കാതിരിക്കാൻ പറ്റുമോ? ലേബർ കോഡിനെതിരെ നിലപാടില്ലായ്മ. ലേബർ കോഡൊക്കെ വന്നു കഴിഞ്ഞതാണ്. ഇതിനെതിരെ നിയമം പാസ്സാക്കിയിട്ടൊന്നും കാര്യമില്ല, അതൊക്കെ നടപ്പിലാവാൻ പോകുന്ന കാര്യങ്ങളാണ്. ഗവൺമെന്റ് പ്ലീഡർമാരായി BJPക്കാരെ നിയമിച്ചത്. BJPക്കാരൊന്നും നിയമിച്ചില്ല. നിങ്ങൾ കുറെ ഇതുമായിട്ട് വന്നതാണ്, അതൊന്നും വിലപ്പോയില്ല. PM ശ്രീയിലെ നിലപാട് മാറ്റം. PM ശ്രീയിൽ ഒപ്പിട്ട ആൾക്കാരാണ് പറയുന്നത്. PM ശ്രീയിലെ നിലപാട് മാറ്റം തുടങ്ങി BJPക്ക് ഒപ്പമാണ് സർക്കാർ എന്ന് തെളിയിക്കുന്ന നടപടികളാണ് ഏറെയും. അപ്പൊ BJPക്ക് ഒപ്പമാണ് സതീശൻ, അതാണ് ആകെ ഇവർ പറയുന്ന. നേരത്തെ പറയാൻ തുടങ്ങിയതാണ്. ഇവർ പറഞ്ഞുകൊണ്ടിരിക്കും, പറയട്ടെ, ആൾക്കാർ കേട്ടിട്ട് ചിരിക്കും. ശരി, ജീവനക്കാരെ തലങ്ങും വിലങ്ങും മാറ്റുന്ന നടപടി മുമ്പ് ഉണ്ടായിട്ടില്ലത്രേ. ജീവനക്കാരെ സ്ഥലം മാറ്റുന്ന പരിപാടി കഴിഞ്ഞ 10 വർഷം ഉണ്ടായിട്ടില്ലത്രേ. ഇതാരോടാണ് നിങ്ങൾ പറയുന്നത്? ഉളുപ്പില്ലാത്തവരെ. സുതാര്യമായി നടന്ന ജീവനക്കാരുടെ സ്ഥലം മാറ്റം അട്ടിമറിച്ചു. അതപ്പോ എങ്ങനെയാപ്പാ സുതാര്യമായി നടക്കേണ്ടത് അട്ടിമറിക്കുക? സ്ഥലം മാറ്റത്തിൽ നിലവിലെ തീരുമാനങ്ങൾ തിരുത്തണം. കരിമണൽ ഖനനം സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതലാണ് മിഷൻ സമുദ്രയിലൂടെ ലക്ഷ്യമിടുന്നത്. മിഷൻ സമുദ്രയാണ് കേരളത്തെ ഇനി രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് വി ഡി സതീശൻ ആവിഷ്കരിച്ച
എന്താ പറയാ, സഖാക്കന്മാർ വരെ ആകെ ത്രില്ലടിച്ചു പോയ കേരളം അങ്ങനെയേ രക്ഷപ്പെടുള്ളൂ. കേരളം അങ്ങനെയേ രക്ഷപ്പെടുള്ളൂ. അത്തരത്തിൽപ്പെട്ട ഒരു ഏറ്റവും സമഗ്രമായ ഒരു പദ്ധതിയാണ് അത്. ഒന്ന് ഉദ്ഘാടനം ചെയ്തു. അത് എന്താണ്, എന്ത് പദ്ധതിയാണെന്ന് പറയുന്നത്? കരിമണൽ ഖനനം സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതലാണ് മിഷൻ സമുദ്രയിലൂടെ ലക്ഷ്യമിടുന്ന അത്രേ. കഴിഞ്ഞ 10 കൊല്ലം മുഴുവനും ഈ കരിമണൽ ഊറ്റി മാസപ്പണി ഉണ്ടാക്കിയ ടീമാ പറയുന്നത്. കരിമണൽ കർത്താക്ക് തോന്നിയാസം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്ത് മോക്ക് മാസപ്പടി ഒപ്പിച്ച് അതിന്റെ ബാക്കിയാണ് ഇപ്പൊ റിയാസിന്റെ സുഹൃത്തുക്കളുടെ വീട്ടിലൊക്കെ ED അന്വേഷണം നടത്തിയത്. അപ്പൊ വീണയും പോവും, വീണയുടെ അച്ഛനും പോവും, വീണയുടെ 2ാം ഭർത്താവും പോവും. ആ ഒരു അവസ്ഥയാണ് വരാൻ പോകുന്നത്. ഇതൊക്കെ അറിയവർക്ക്. ഇതോടെ പറയുന്നത് വിമർശിച്ച ചിരിക്കൂല ആൾക്കാര്. ഇമാതിരി വിമർശിച്ച ഇപ്പൊ PM ശ്രീ നിങ്ങൾ എന്താണ് നിങ്ങൾ PM ശ്രീ നടപ്പാക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ ആൾക്കാർ ചിരിക്കൂലേ? PM ശ്രീയിൽ ഒപ്പിട്ട ആൾക്കാർ ചോദിക്കുക നിങ്ങളിപ്പോ എന്താ നടപ്പാക്കുന്നത് ചോദിച്ചാൽ പിന്നെ ചിരിക്കില്ലേ? BJP ബന്ധം, BJP-യുമായിട്ട് അല്ലെങ്കിൽ RSS-മായി ഈ പറയുന്ന അണ്ടർഗ്രൗണ്ട് റിലേഷൻ ആരുടേതായിരുന്നു? കഴിഞ്ഞ LDF സർക്കാരല്ലേ ഇതൊക്കെ ചെയ്തത്. ഇതിപ്പം VD സതീശന്റെ മുഖത്ത് നോക്കി ചോദിച്ചാൽ VD സതീശൻ ചിരിക്കല്ലേ ചെയ്യേണ്ടത്? കൊഞ്ഞനം കുത്തുക ചെയ്യേണ്ടത്. ശരിക്കും കൊഞ്ഞനം കുത്തുകയാണ് ശരിക്കും ചെയ്യേണ്ടത്, ചിരിക്കല്ല. ഇനി ലൈഫ് പദ്ധതി അട്ടിമറിച്ച് പാവപ്പെട്ടവരുടെ വീടെന്ന സ്വപ്നം തകർക്കുന്നു. ഒരു അട്ടിമറിക്കലും ഇല്ല. KSRTC പ്രതിസന്ധിയിലേക്ക് പോകുകയാണ്. KSRTC ശമ്പളം കൊടുക്കലില്ലായിരുന്നു KSRTC-ക്ക്. അതൊക്കെ ഒന്ന് ഇപ്പതാ നേരെയായി വരുന്നു. CP ജോണാണ് മന്ത്രി. നിങ്ങളെ മാതിരി ഞാൻ പറയുന്നില്ല, പണ്ടത്തെ മന്ത്രിമാരുടെ മേന്മകള് KSRTC മന്ത്രിമാർ പറയണം. ജെട്ടി മന്ത്രിയുടെ കാര്യവും മറ്റേ കൊണേശൻ മന്ത്രിയുടെ കാര്യം പറയേണ്ട കാര്യമുണ്ടോ? ഇനി ഓപ്പറേഷൻ തൂഫാൻ ഉപേക്ഷിക്കേണ്ട സ്ഥിതിയായി. അതെന്താണപ്പാ അങ്ങനെ ഒരു ടോക്ക്? ഓപ്പറേഷൻ തൂഫാൻ ഉപേക്ഷിക്കാൻ പോകുകയാണത്രേ. നമ്മള് കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല പറഞ്ഞ അതിന്റെ 2ാമത്തെ സ്റ്റേജ്, അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും മൈക്രോ ലെവലിലേക്ക് താഴ്ത്തുകയാണ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി വീടുകളിലേക്ക് കടന്നു വരികയാണ്. ഈ പറയുന്ന പഞ്ചായത്ത് തലത്തിൽ ഇതിന്റെ ഈ നേരത്തെയുള്ള പരിപാടിയുടെ ഒരു തുടർച്ച എന്നോണം ഏറ്റവും താഴേക്കിടയിലേക്ക് ഈ പരിപാടി ഏറ്റവും വിജയകരമായി നടത്തിക്കൊണ്ട് പോകുമ്പോഴാണ് പറഞ്ഞത് തൂഫാൻ ഉപേക്ഷിക്കേണ്ട സ്ഥിതിയായത്രേ. കാലവർഷക്കെടുതിയിൽ 3 പേരെ കാണാതായിട്ടും തിരച്ചിൽ കാര്യക്ഷമമല്ല. 3 പേരെ കാണാതായി. കടലില് പിണറായി ഭരിക്കുന്ന കാലത്ത്, ഇത് പ്രത്യേകിച്ച് പിണറായി അല്ല, ആര് ഭരിച്ചു കഴിഞ്ഞാലും കടൽക്ഷോഭത്തിൽ കടലിൽ പോയാൽ അപകടങ്ങൾ ഉണ്ടാവും. രക്ഷിക്കാൻ പറ്റില്ല. എങ്ങനെ രക്ഷിക്കാൻ? ഈ ക്ഷോഭിക്കുന്ന കടലിലേക്ക് അതിന് പരിമിതികൾ ഒരുപാടുണ്ട്. ഇതൊന്നും ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇവരെ വിചാരം 3 കഷ്ടം, വളരെ സങ്കടകരമായ അവസ്ഥയാണ്. 3 പേരെ കടലിൽ പോയി കാണാതായി. ഇത് സാധ്യമായ എല്ലാ തിരച്ചിലുകളും നടത്തി, പക്ഷെ കണ്ടുകിട്ടിയില്ല. VD സതീശൻ പോയി കടലിൽ ചാടണോ? ഇവരുടെ വർത്താനം കേട്ടാ അതാണ്. പിണറായി ആണെങ്കിൽ ഇപ്പൊ ചാടിയിരുന്നു, കടലിൽ ചാടി 3 പേരെയും രക്ഷിച്ചു കൊണ്ടുപോകുന്നതിന് VD സതീശൻ ആയതുകൊണ്ട് കടലിൽ ചാടിയില്ല. അതാ പറയുന്നത്. ഇനി ഓണക്കാലത്തെ അരിവിഹിതം വെട്ടിക്കുറച്ചു. ഒരു വെട്ടിക്കുറയ്ക്കലും ഉണ്ടായിട്ടില്ല. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പണം നൽകാതെ ബുദ്ധിമുട്ടിക്കുന്നു. അവരുടെ വിഹിതം കൊടുത്തു. ഇതിനെല്ലാം പരിഹാരം കാണാൻ സർക്കാർ തയ്യാറാകണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇമാതിരി ഉഡായിപ്പ് വാർത്ത. ഞാൻ ഒന്നാം പേജിലെ 2 ഉഡായിപ്പുകൾ പറഞ്ഞേ. ഇത് മൊത്തം പറയാൻ തുടങ്ങിയാലേ ഇന്ന് നേരം പോലൊരു